ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ദേവസ്വം ബോർഡ് LD ക്ലർക്ക് 18/9/2022 നടന്ന ക്വസ്റ്റ്യനാണ്. അത് 5 ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിലുള്ളത്. ബാക്കി 5 ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇതിനകത്ത് ഇവിടെ കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ട് വരുന്ന ഓപ്ഷൻ C ആണ്. TSUNAMI. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഹൂ റോട്ട് ദ പോം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി ഡൗട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ ആൻസറായിട്ട് കൊടുക്കുന്നത് ഓപ്ഷൻ D ആണ്. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. അവിടെ ബൈ ഹൂം ദ പോം വാസ് റോട്ട് എന്നേ ഉള്ളൂ. റോട്ട് എന്നൊരിക്കലും വരത്തില്ല. പാസീവ് വോയിസിൽ അതിൻ്റെ V3 ഫോം ആയിരിക്കണം വരേണ്ടത്. റിട്ടേണേ വരാവുള്ളൂ. അതുകൊണ്ട് ആ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബൈ ഹൂം വാസ് ദ പോം ബീയിങ് റിട്ടേൺ. ബീയിങ് ഒരിക്കലും വരില്ല. പാസീവ് വോയിസിൽ ഈസ്, ആം, ആർ അങ്ങനെയുള്ള കണ്ടിന്യൂസ് ടെൻസിൽ മാത്രമേ ബീയിങ് ചേർക്കാറുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് ബീയിങ് ഒരിക്കലും വരില്ല. അതുകൊണ്ട് ആ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. പിന്നെ ബൈ ഹൂം ഹാഡ് ദ പോം ബീൻ റിട്ടേൺ. അവിടെ ഹാഡ് എന്നുള്ളത് ക്വസ്റ്റ്യനില്ല. ഹാഡ് ഉണ്ടെങ്കിലേ നമുക്ക് പാസീവ് വോയിസ് എടുക്കാൻ പറ്റും. അപ്പോൾ ആ 3 ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കിയാൽ ഇതിനകത്ത് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഹൂ വാസ് ദ പോം റിട്ടേൺ ബൈ എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ബി കറക്റ്റ് ആയതിനായിരുന്നു. അവിടെ ബീയിങ് ഇല്ലായിരുന്നെങ്കിൽ അത് കറക്റ്റായിരുന്നേനെ, ആ ഓപ്ഷൻ കറക്റ്റായിരുന്നേനെ. ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ D ആണ്, ഹൂ വാസ് ദ പോം റിട്ടേൺ ബൈ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിനണിം ഓഫ് ഇൻകാർസിറേറ്റ്. ഇൻകാർസിറേറ്റ് എന്ന വാക്കിൻ്റെ സിനണിമാണ് ചോദിച്ചത്. ഇൻകാർസിറേറ്റ് എന്ന് പറഞ്ഞാൽ തടവിലാക്കുക എന്നാണ് മീനിങ്. തടവിലാക്കുക, ഇൻകാർസിറേറ്റ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് കൊടുക്കാൻ പറ്റുന്നത് തടവിലാക്കുക ഓപ്ഷൻ B ആണ്, ഡിറ്റെയിൻ. ഡിറ്റെയിൻ ആണ് അതിൻ്റെ ആൻസർ. അടുത്ത, സബ്സ്റ്റിറ്റ്യൂട്ട് വിത്ത് വൺ വേർഡ്. വേർഡ്സ് റിട്ടൺ ഓൺ ദ ടോംബ് ഓഫ് എ പേഴ്സൺ. ഒരാളുടെ ശവകുടീരത്തിൽ എഴുതുന്ന വാക്കാണ്. അതിനെ പറയുന്നത് എപ്പിടാഫ്. എപ്പിടാഫ് എന്നാണ്, എപ്പിടാഫ്. ഓപ്ഷൻ C ആണ് ആൻസർ. അടുത്തത്, ചൂസ് ദ അന്റോണിം ഓഫ് കമൻഷുറേറ്റ്. ഓപ്ഷൻ A ഇനഡിക്വേറ്റ് ആണ് ആൻസർ. ഇവിടെ കമൻഷുറേറ്റ് എന്ന് പറഞ്ഞാൽ ആനുപാതികം എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ കമൻഷുറേറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിച്ചത്, ആനുപാതികമല്ലാത്തത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഓപ്ഷൻ A ആണ്. ആൻ്റണിം ആണ് ചോദിച്ചത്, അപ്പം ഇനഡിക്വേറ്റ് ആണ് അവിടെ ആൻസർ. ഓക്കെ, താങ്ക് യു.